മാഷ് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പാർട്ടിയുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കി. അതായത് ഗോവിന്ദൻ മാഷ് പറയുകയാണ് പി വി അൻവർ ആരാ? പി വി അൻവർ ഒരു ബിസിനസ്സുകാരൻ. പി വി അൻവർ എന്ന് പറയുന്നത് പൈസയുള്ള ഒരു മനുഷ്യൻ, ഒരു സാധാരണ ബിസിനസ്സുകാരനായ മനുഷ്യൻ. അയാൾ കൊടുത്തൊരു പരാതി പഠിക്കാവുന്നു. പി വി അൻവർ പറഞ്ഞതൊക്കെ പറഞ്ഞ ബഹുകേമമാണ്. പി വി അൻവർ കൊടുത്തൊരു പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ വിളിപ്പിച്ച് ഞാൻ വിചാരിച്ചു പി വി അൻവർ അവിടെ ചെന്ന് പുറത്ത് പലതും വിടുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി രാജിവെച്ച് പോകുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്ന് അപ്പവും മോട്ടയൊക്കെ കഴിച്ച് തിരിച്ച് പി വി അൻവർ എന്ന് വന്നു. കാരണം പി വി അൻവറിന്റെ കയ്യിൽ ബോംബുണ്ട്. പി വി അൻവർ എടുത്ത് അദ്ദേഹത്തിന്റെ തുറുപ്പ് കുലാൻ വീശിയാൽ മുഖ്യമന്ത്രി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് സത്യത്തിൽ എനിക്കിപ്പോ മനസ്സിലായത് ഈ പി വി അൻവർ പറയുന്നത് കേട്ടാൽ പിണറായി വിജയൻ രാജിവെക്കും. ഈ പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞാൽ പി വി അൻവറിന്റെ സ്ഥാനം പോകും. ഈ പി വി അൻവറും പിണറായി കൂടെ പറഞ്ഞ സതീശൻ ജയിലിൽ പോകും. ഇവരെല്ലാം ഒരു കണക്ക് കമ്പനിയാണ്. അതാണ് മൊത്തത്തിൽ ഇതിപ്പോ ആരോട് പറയുന്നുള്ളതാണ്. പി വി അൻവർ പറയുന്ന പരാതി പരിഹരിക്കും, അത് പഠിക്കും. ആരാ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ആ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരുന്ന മനുഷ്യരുടെ പേരൊക്കെ അറിയത്തില്ലേ? മഹാനായ EMS, AKG, നായനാർ, VS അച്യുതാനന്ദൻ, ഇവരൊക്കെ ഇരുന്ന പാർട്ടി പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന ആഫ്രിക്കയിൽ പലവിധ ബിസിനസ്സുകളുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ പറയുന്ന പരാതി പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും, കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പി വി അൻവറിന്റെ പരാതി ഒന്ന് ആലോചിച്ച് നോക്കണേ. വീണാ ജോർജ് നിയമസഭയിൽ പറഞ്ഞത് ക്യാപ്റ്റൻ, ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്, ഞങ്ങളുടെ ക്യാപ്റ്റൻ നയിക്കുന്ന കപ്പൽ അതിങ്ങനെ നങ്കൂരമിട്ട് നിൽക്കുകയാണ്, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ. ക്യാപ്റ്റൻ മിണ്ടുന്നില്ല. അപ്പൊ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് തൃശ്ശൂര് ഒരു ADGP വന്നേച്ച് RSSന്റെ നേതാവുമായിട്ടൊന്ന് ആലോചിച്ചോട്ടെ. എന്തൊരു ഗതികേടാണ് ഈ പാർട്ടിക്ക് ആലോചിച്ച്. ഇപ്പോഴും ഇതിനൊക്കെ പോയി വോട്ട് ചെയ്യുന്ന സഖാക്കന്മാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. പെട്ടു നിൽക്കുകയാണ്, പാവങ്ങൾ പെട്ടു നിൽക്കുക. എനിക്കറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കൾ പെട്ടു നിൽക്കുകയാണ്. കാരണം ADGP അയാൾ വന്ന് RSSന്റെ നേതാവുമായിട്ട് സന്ധി സംഭാഷണം. ആരെ പൊട്ടനാക്കുന്നത്? എന്തായിരുന്നു സന്ധി സംഭാഷണം? സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിക്കണം. സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിച്ച് MP ആക്കിയില്ലെങ്കിൽ വീണാ വിജയൻ ഉണ്ട തിന്നും. അത് 100% ഷുവർ. അതുകൊണ്ടല്ലേ തൃശ്ശൂർ ജയിച്ചത്. അതിന് തൃശ്ശൂർ പൂരം കലക്കി. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ കണ്ടത് ആ വീഡിയോ. തൃശ്ശൂർ പൂര സമയത്ത് ആനയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടത് SP ചോദിച്ചതാണ്. ആനയ്ക്ക് ഇപ്പോഴാണ് ഓലമടൽ കൊടുക്കുന്നത്. ഒരു അവിടുത്തെ പൂരം നടത്തിപ്പുകാരനോട് ചോദിക്കേണ്ട SP ആനയ്ക്ക് ഓല കൊടുക്കുന്നത് ഇപ്പോഴാണ്. പിന്നെ ഈ പോലീസുകാർ രാവിലെ ഇഡലി കഴിച്ചിട്ടില്ല അവിടെ നിൽക്കുന്നത്. ആനയ്ക്ക് വല്ലതും കഴിക്കട്ടെ. പാവപ്പെട്ട പൂരം നടത്തിപ്പുകാരെന്ന് SP പറഞ്ഞു. SP ഞങ്ങൾ അകത്തോട്ട് കയറ്റിവിടും. കാരണം എന്താ? ആന വിഷം നിൽക്കുകയാണ്. ഉച്ച കഴിയുമ്പോൾ തിടം വെക്കുന്നതാണ്, പൂരം നിർത്തേണ്ടതാണ്. ഈ ആനയുടെ മേലാണ് നെറ്റിപ്പട്ടവും കെട്ടി വൈകിട്ട് പാറമേക്കാവിൽ പൂരം കൊടിയിറങ്ങുന്നത്. ആന ഇങ്ങനെ നിരന്നു നിൽക്കും. അപ്പൊ ആനയ്ക്ക് കഴിക്കാൻ ഓല കൊടുക്കണം, ഓലമടൽ കൊടുക്കണം. അത് കൊടുക്കാൻ അകത്തോട്ട് വിടും. ഓടാവിടുന്നു, വീട്ടിൽ പോയി കൊടുക്കാൻ. ആർക്ക് കൊടുക്കാൻ? ആനയുടെ ഓടമല്ല ഇയാളുകൊണ്ട് വീട്ടുകാർക്ക് കൊടുക്കാൻ. ആലോചിച്ചു നോക്കണം. SP അപ്പൊ നമുക്ക് തോന്നി, എടാ ഒരു SP എന്താ ഇങ്ങനെ പറയുന്നേ? എന്ത് പ്രോട്ടോകോൾ പ്രശ്നം അവിടെ ഉള്ളത്? എന്ത് സാങ്കേതിക പ്രശ്നം അവിടെ ഉള്ളത്? അപ്പൊ ഒരു തരത്തിലും തലേ ദിവസം തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പൂരത്തിൽ പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ ജനങ്ങൾ സംയമനം പാലിച്ചു. തൃശ്ശൂരിന്റെ കൾച്ചറാണ് പൂരം എന്ന് പറഞ്ഞാൽ. ഞാൻ തൃശ്ശൂർ പഠിച്ചവനാ. തൃശ്ശൂർക്കാർക്ക് പൂരം എന്ന് പറഞ്ഞാൽ ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യർ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ഒരേ ഭാവത്തോടുകൂടി കാത്തിരിക്കുന്ന മഹാസംഗമം. കേരളത്തിന് പുറത്തുള്ള തൃശ്ശൂർ നിവാസികൾ പൂരത്തിന് നാട്ടിൽ വരാൻ വേണ്ടി കാത്തിരിക്കും. പാറമേക്കാവിലൊക്കെ എഴുന്നള്ളുന്ന പാറമേക്കാവ് അമ്പലത്തിൽ എഴുന്നള്ളുന്ന പൂരത്തിന്റെ അവസാനം വെടിക്കെട്ടോടുകൂടി തീരുന്ന ആ മഹാ ഉത്സവം കാണാൻ മനുഷ്യൻ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ വെടിക്കെട്ടിൽ അന്നുണ്ടാക്കാൻ നോക്കി മനുഷ്യർ. അതിനെ വിട്ടുകളഞ്ഞു. പിന്നെ എങ്ങനെ അലമ്പാക്കും? വൈകുന്നേരം രാവിലെ ആനയ്ക്ക് മണലും അതുമായി ബന്ധപ്പെട്ട സാധനം കൊടുക്കാൻ പോയപ്പോ കൊടുക്കണ്ട. അങ്ങനെ പൂര അലമ്പാക്കി. അതിനെ ആ സമയത്ത് സുരേഷ് ഗോപി കൗണ്ടർ ചെയ്തു. നിങ്ങൾ കണ്ടതല്ലേ? സുരേഷ് ഗോപി ഉടനെ SP ഓഫീസിലേക്ക് നടക്കുന്നു. നേരെ ദേവസ്വത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും സുരേഷ് ഗോപി പൂരം അലമ്പാക്കിയതിന് പ്രതികരിക്കുന്ന സുരേഷ് ഗോപി എന്ന നിലയിൽ വാർത്തകൾ വരുന്നു. ആരാ ചെയ്തു കൊടുത്തേ? RSSന്റെ നേതാവിനെ ADGP കാണാൻ പോകേണ്ട കാര്യമെന്ന് ആ ദിവസം എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ.
ഞാൻ പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, അരിയാഹാരം കഴിക്കുന്ന അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള മനുഷ്യർക്കറിയാം അത് ഈ പൂരം കലക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കോംപ്രമൈസ് ടോക്കിന്റെ ഭാഗമായിട്ടായിരുന്നു. കോംപ്രമൈസ് ടോക്കിന്റെ ഭാഗമായിട്ടാ. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കണം. സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്ന BJP കൊടുത്തിരിക്കുന്ന വാക്കാണ്, നിങ്ങൾക്കൊരു MP എനിക്ക് മകൾ, നിങ്ങൾക്കൊരു MP എനിക്ക് എന്റെ മകൾ. ഇതായിരുന്നു ടാഗ് ലൈൻ. കാരണം ബാംഗ്ലൂരിൽ ഹൈക്കോടതി കേസെടുത്ത് കണ്ടതല്ലേ, വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കർണാടകയിൽ കേസെടുത്തു. ഹൈക്കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ വന്നു. പെടുമെന്ന് മനസ്സിലായപ്പോ കോംപ്രമൈസിന്റെ ഭാഗമായിരുന്നു തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ്. അതിന്റെ അപകടം എന്താണെന്ന് മനസ്സിലാക്കണം. തൃശ്ശൂരിൽ ഒരു സീറ്റ് കിട്ടിയപ്പോ 78,000 വോട്ടിന്റെ ഭൂരിപക്ഷം 78,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോ തൃശ്ശൂരിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വരാൻ BJPക്ക് കഴിഞ്ഞു. നമ്മുടെ സോഷ്യൽ ഫാബ്രിക് എന്ന അപകടത്തിലായില്ലേ? മമ്മൂട്ടി ഇടയ്ക്ക് പറഞ്ഞൊരു കമന്റ് ഉണ്ട്. മമ്മൂട്ടി പറഞ്ഞ കമന്റ്, എന്റെ സുഹൃത്താണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്റെ സുഹൃത്താണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പണ്ട് എന്റെ വീട്ടിൽ വരുമ്പോ മാധ്യമങ്ങൾ എഴുതിയിരുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് മമ്മൂട്ടിയുടെ വീട്ടിൽ പോയി എന്നാണ്. പക്ഷെ ഇന്ന് മാധ്യമങ്ങൾ എഴുതുന്നത് ഹിന്ദുവായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുസ്ലിമായ മമ്മൂട്ടിയുടെ വീട്ടിൽ പെരുന്നാളിന് പോയി എന്ന് എഴുതും. ആ രീതിയിലേക്ക് സോഷ്യൽ ഫാബ്രിക്കിനെ കൊണ്ടുവന്ന സംഘപരിവാർ ആശയം. ഈ മലപ്പുറത്ത് ഞങ്ങൾ ഇന്നലെ രാത്രി സംസാരിച്ചു. ഈ മലപ്പുറത്തിനെ പറ്റി സംഘപരിവാർ പറഞ്ഞു പരത്തുന്ന ഭയപ്പെടുത്തുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? മലപ്പുറം എന്ന് പറഞ്ഞാൽ ചോദിക്കും, ഹിന്ദുക്കളായ മനുഷ്യർ മലപ്പുറത്ത് പോയി ഇങ്ങനെ താമസിക്കും. മലപ്പുറത്ത് പോയി ഹിന്ദുക്കളായ മനുഷ്യരെ താമസിക്കും. മലപ്പുറം എന്ന് പറഞ്ഞാൽ മറ്റൊരു പാകിസ്ഥാൻ എന്ന രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തി ഈ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ സംഘപരിവാർ സന്ധിയില്ലാത്ത സമരങ്ങൾ ചെയ്യുമ്പോൾ, സന്ധിയില്ലാത്ത വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ, ആ സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്ന, ആ സംഘപരിവാറിന് വിടുപണി ചെയ്യുന്ന ദാസനായി വൃത്യനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി പിണറായി വിജയ. നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെച്ച് പുറത്തു പോകാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ജനങ്ങൾ തൂത്തെറിയും. ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. കാരണം അരങ്ങൊഴിയാൻ പോകുന്ന അവസാനത്തെ കോമാളിയാണ് പിണറായി വിജയൻ. അരങ്ങൊഴിയാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ കോമാളി വേഷഭൂഷങ്ങളോട് ആടി തീർക്കുകയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് PV അൻവറിന്റെ മുമ്പിൽ മുട്ടുമടക്കി പോകുന്നത്. ഞാൻ കേട്ട തമാശയാണ് സത്യത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു SP വിളിച്ച് MLA പറയുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കണേ, MLA എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് കുടുംബമുണ്ട്, MLA പരാതി ഒന്ന് പിൻവലിക്കുക, ആ പരാതി ഒന്ന് പിൻവലിക്കുക. സുജിത് ദാസ് എന്ന് പറയുന്നത് എന്തൊക്കെ ആരോപണം എന്തൊക്കെയാ? സ്വർണ്ണക്കള്ളക്കടത്ത്, അതുമായി ബന്ധം. ആർക്കാ ബന്ധം? ADGPക്ക് ബന്ധം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ഇയാൾക്കൊരു ഇന്റലിജൻസ് സംവിധാനമില്ലേ? സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന സംവിധാനമില്ലേ? ആ മുഖ്യമന്ത്രി അറിയാതെ, ആ മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ ഇയാൾ പറയുന്നത് ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ഇടയ്ക്കൂടെ നടന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ നടന്നു പോയെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ഇടയ്ക്കൂടെ പോകും, പക്ഷെ സുജിത്തിന്റെയും ഐത്തിന്റെ ഇടയ്ക്കൂടെ നടക്കാൻ ഇയാൾക്ക് പേടിയാണ്. സുജിത് ദാസ് എന്ന് പറയുന്ന SP-യുടെ അടുത്തും അജിത് കുമാർ എന്ന് പറയുന്ന ADGP-യുടെ ഇടയിൽ ഒരിക്കലും പേടി. പക്ഷെ ഇന്ദ്രനും ചന്ദ്രനും, കാരണം അവർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ലല്ലോ. കാരണം ഇവരാ ചുറ്റും നിൽക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ മിണ്ടിപ്പോയ പെടുത്തും. പിന്നെ ഞാൻ എപ്പോഴും പറയും, സാധാരണ പോലീസുകാരെപ്പോഴും മെക്കിട്ട് കയറുന്ന ആരോടാണ്? ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ SP വന്ന് നമ്മളെ ചീത്ത വിളിക്കും. നമ്മളുടെ ചീത്ത വിളിക്കുന്ന എപ്പോഴും ആരാ? ഈ റോഡിൽ നിൽക്കുന്ന പാവം പോലീസുകാരാ. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത്? ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരാണ് സാധാരണക്കാരുടെ പേരിൽ മെക്കിട്ട് കയറുന്നത്. എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. ഇനി മുതൽ നിങ്ങൾ അങ്ങനെ പോലീസുകാർ മെക്കിട്ട് കയറുമ്പോൾ അവരെ തിരിച്ച് ആക്ഷേപിക്കരുത്. കാരണം അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. എന്താ ഫ്രസ്ട്രേഷൻ അറിയാമോ? കാരണം DGP ചീത്ത വിളിക്കുന്ന ആരെയാ? ADGP-യെ ചീത്ത വിളിക്കുന്ന ആരെയാ? SP-യെ ചീത്ത വിളിക്കുന്ന DYSP-യെ ചീത്ത വിളിക്കുന്ന CI ആരെ വിളിക്കും? SI ആരെ വിളിക്കും? ഈ പാവം പോലീസ്. ഈ പോലീസുകാരെ മേലോട്ട് വിളിക്കാൻ പറ്റും? അവൻ നമ്മളെ വിളിക്കും. ഇതാണ് സംവിധാനം. കേരളത്തിൽ മുഖ്യമന്ത്രി ചീത്ത വിളിക്കുന്ന ആരെയാ? ADGP വിളിക്കാൻ പറ്റും. കാരണം വിളിച്ചു കഴിഞ്ഞാൽ അയാളുള്ളവരുടെ പുറത്തു വിടും. അൻവറിനെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല. കാരണം അൻവർ എന്തെങ്കിലും തുറന്നു പറയും.
സുജിത് ദാസ് SP പറയുമ്പോൾ, കാരണം SP പറയും ഇയാൾക്കും കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ആകെ കേരളത്തിലെ മുഖ്യമന്ത്രി ചീത്ത വിളിക്കുന്ന ആരെയാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി ആകെ ചീത്ത വിളിക്കുന്നത് സാറിന്റെ പ്രസംഗം മനോഹരമാണെന്ന് പറയുന്ന അവതാരിക ചീത്ത വിളിക്കും. കാരണം അവിടെ തിരിച്ചു പറയത്തില്ല, അവിടെ ജോലി പോകും. പിന്നെ ചീത്ത വിളിക്കുന്ന ആരെയാണ്? മൈക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പാവപ്പെട്ട പിള്ളേരെ. അവൻ കൊണ്ട് മൈക്ക് വെച്ച് അവനെ മൈക്ക് വിളിച്ച് ഓടിക്കും. കാരണം അവൻ ചീത്ത വിളിക്കത്തില്ലല്ലോ. അപ്പൊ പാവപ്പെട്ട മൈക്ക് ഓപ്പറേറ്ററെയും പരിപാടി ഭംഗീരമാണെന്നും അങ്ങനെ പ്രസംഗം സൂപ്പറാണെന്ന് പറഞ്ഞ അവതാരികയും ചീത്ത വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ മുഖ്യമന്ത്രി. കാരണം അവരെ വിളിക്കാനേ പറ്റൂ. കൂടുതലുള്ള സഖാവിനെ പോലും വിളിക്കാൻ പറ്റില്ല. മരുമോനെ വിളിക്കാൻ പറ്റത്തില്ല. മരുമോനെ വഴക്ക് പറയാൻ പറ്റുമോ? മരുമോനെ വഴക്ക് പറയാൻ പറ്റില്ല. മോളെ പറയാൻ പറ്റുമോ? SP പറയാൻ പറ്റൂ, ADGP പറയാൻ പറ്റൂ. ഇവിടെ MLA സ്വതന്ത്രമായി ജയിച്ച അൻവർ MLA 4 ദിവസം നാണം കെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി 4 ദിവസം അൻവറിനെ കത്തിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ. അൻവർ പറഞ്ഞത് 29 വകുപ്പ് കൈയാളുന്ന ആളാണ് ആര്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇയാൾ എന്തിനാണ് 29 വകുപ്പ് കൈയാളുന്നത്? പരസ്യമായി പറയുകയാണ്. മിണ്ടുന്നില്ല. ആലോചിച്ചോടെ മിണ്ടുന്നില്ല. എടാ, തിരുവനന്തപുരത്ത് പ്രസംഗം കഴിഞ്ഞ സമയത്ത് ഒരു പാവപ്പെട്ട പെങ്കൊച്ച് അവതാരിക അല്ലെ, പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു അവതാരിക. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് അടുത്ത ആളെ വിളിക്കുമ്പോ ആ പെൺകുട്ടി പറയും, നല്ല വാക്കിൽ പറഞ്ഞ കേരളത്തിന്റെ ആം ആദ്മിയുടെ അമരക്കാരന് നന്ദി എന്ന കൊച്ചു പറയുമ്പോൾ ഞാൻ ഉടനെ ചീത്ത വിളിക്കാൻ പറ്റുമോ? അതിന്റെ ജോലിയാണ്. നമ്മൾ കണ്ടതല്ലേ, ഒരു പാവപ്പെട്ട പെങ്കൊച്ച് അങ്ങയുടെ പ്രസംഗത്തിന് നന്ദി ഉടനെ തിരിഞ്ഞിട്ട് ആ ഡയലോഗ് ഒന്നും വേണ്ട, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, 4 ദിവസം മലപ്പുറത്തും എറണാകുളത്തും കോഴിക്കോടും ഇരുന്ന് അൻവർ വെടിവെട്ടിക്കുക. മുഖ്യമന്ത്രിയെ പറ്റി ഇത് ആഭ്യന്തര ക്രമക്കേട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി. ആലോചിച്ചുള്ളൂ, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ? നമുക്കൊക്കെ അറിയില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ? മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ശശിക്കെതിരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയത്തില്ല. പരാതി കൊടുക്കാൻ പോകുന്ന പരാതിക്കാരികളെ ബലാത്സംഗം ചെയ്യുന്ന പോലീസുകാർ. ADGP MR അജിത്കുമാർ ക്രിമിനലാണ്, സംഘപരിവാർ അനുകൂലിയാണ്. ഫോൺ ചോർത്തുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അതായത് അൻവർ പറയുകയാണ്, ADGP കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാരൻ കേരളത്തിലെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ഫോൺ കോൾ ചോർത്തുകയാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രി മിണ്ടുന്നുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. അൻവർ എന്നിട്ട് തിരിച്ചും പറഞ്ഞു, ഞാനും ചോർത്തുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. അതാണ് അൻവർ പറയാണ്, ഞാനും ചോർത്തുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിയമമനുസരിച്ച് ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് കുറ്റകരമാണ്. ഫോൺ ചോർത്തുക എന്ന് പറയുന്നത് രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവില്ലാതെ, ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവില്ലാതെ പോലീസിന് ഒരു പൗരന്റെ ഫോൺ ചോർത്താൻ കഴിയത്തില്ലാത്ത സാഹചര്യം ഇരിക്കെ കേരളത്തിൽ ഒരു MLA പറയുകയാണ് ADGP ഫോൺ ചോർത്തുന്നു. അന്വേഷണമുണ്ടോ? അന്വേഷിക്കാൻ വെച്ച കാര്യമാണ്. ADGP അന്വേഷിക്കാൻ ADGPയുടെ തൊട്ട് താഴെയുള്ള 2 പോലീസുകാരെ നിയമിച്ചു. ആലോചിച്ച് നോക്കണം. എന്തൊരു പ്രഹസനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. ഇപ്പോഴത്തെ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? വിമർശിക്കാൻ പറ്റുമോ? ഞാന് ഒരു 1.5 മാസം മുമ്പ് വടകരയിൽ ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കാൻ പോയി. കേൾക്കണം നിങ്ങൾ. വടകരയിൽ ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കാൻ. വിമൽ രക്തസാക്ഷി ദിനം എന്നായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര്. എന്റെ കൂടെ അന്ന് ഇപ്പൊ KSEB വിഷയത്തിൽ കേരളത്തിൽ സ്റ്റാറായ ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ കോഴിക്കോടെ ഊർജ്ജസ്വലനായ പോരാളി ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ചെറുപ്പക്കാരനായ ആവേശം ശ്രീ ശരൺ ദേവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. ഞങ്ങളവിടെ ചെന്ന സമയത്ത് കണ്ട കാഴ്ച, ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിമർശിക്കാൻ കഴിയില്ല, അവർക്ക് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ കഴിയില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല. ചോദ്യം ചോദിച്ചാൽ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് 2012 മെയ് മാസത്തിൽ നമ്മൾ കണ്ടത്. 2012 മെയ് 4-ാം തീയതി നമ്മൾ കണ്ട കാഴ്ച കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന കാഴ്ചയല്ലേ? എന്തായിരുന്നു കാഴ്ച? കേരളത്തിൽ വടകരയിൽ ഒരു മനുഷ്യൻ, TP ചന്ദ്രശേഖരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, പറയാതെ പോകാൻ കഴിയുമോ? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഞാനന്ന് ലോ കോളേജ് വിദ്യാർത്ഥിയാണ്. 2012 അന്ന് ഇത്രയും ന്യൂസ് ചാനലുകളൊന്നുമില്ല, ഇത്രയും മാധ്യമ വാർത്തകളോ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അന്ന് ഏഷ്യാനെറ്റിൽ ഉച്ച സമയത്ത് ഒരു സ്ക്രോളിംഗ് ന്യൂസ് വരികയാണ്. ആ ന്യൂസ് ഇങ്ങനെയാണ്: വടകരയിൽ TP ചന്ദ്രശേഖരന് വെട്ടേറ്റു. അപ്പൊ നമുക്ക് ലോ കോളേജ് വിദ്യാർത്ഥി, എനിക്ക് TP ചന്ദ്രശേഖരൻ ആരാന്ന് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. കേട്ടിട്ടുണ്ട്, വടകരയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമാണ്.
അതിനുശേഷം വന്ന വാർത്തകൾ സത്യത്തിൽ മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ. ഇന്നും ഞാനൊരു ഡയറി എഴുതിയത് 2012 മെയ് മാസം 4-ാം തീയതി ഡയറി എന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആരുമല്ല ടിപിയുടെ ഭാര്യ നമ്മുടെ ആരുമല്ല, ടിപിയുടെ മകൻ അഭിമന്യു നമ്മുടെ ആരുമല്ല. പക്ഷേ ആ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സഹോദരനായില്ല. കേരളത്തിൽ മനസാക്ഷിയുള്ള മലയാളികളുടെ സഹോദരനായി മാറിയില്ല. എന്തായിരുന്നു അവസ്ഥ? ആ മനുഷ്യൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ആ മനുഷ്യൻ പറഞ്ഞത്, VS അച്യുതാനന്ദന് ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയ സിൻഡിക്കേറ്റ് ഗുണ്ടാ സംഘം, കണ്ണൂരിലെ ഗുണ്ടാ സംഘത്തിൽ ഈ പാർട്ടി പെട്ടുപോയി. ഇതിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ നീ പാർട്ടി വ്യതിരിച്ചു. വടകരയിൽ ഒരു പുലി ഇറങ്ങിയിട്ട് പറഞ്ഞു, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ, സോഷ്യലിസ്റ്റ് വിശ്വസിക്കുന്ന വിപ്ലവകാരികളെ, നിങ്ങൾ വഴിമാറി സഞ്ചരിക്കണം. നിങ്ങൾ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ നേതൃത്വത്തെ വിശ്വസിക്കരുത്. നമുക്ക് വഴിമാറി സഞ്ചരിക്കണം എന്നൊരു പൊതുപ്രവർത്തകൻ പറഞ്ഞതിന്റെ പ്രതികാരമായിട്ട് ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി കൊന്നു. ഈ 51 വെട്ടെന്ന് പറയുന്നത് നമ്മളാരും കൊടുത്ത കൽപ്പിതമായ കഥയല്ല കേട്ടോ. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഓരോ ഇഞ്ചുറിയെ പറ്റി, ഓരോ വെട്ടിനെ പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ വെട്ടും മുഖത്താണ്. ഏതാണ്ട് 47 വെട്ടുകൾ വെട്ടിയിരിക്കുന്നത് കഴുത്തിന് മുകളിലോട്ടാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ക്രിമിനൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് ഞാൻ. കൊലപാതക കേസുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ പല കേസുകളിലും പ്രതികൾക്കൊരു കഥയുണ്ട്, പ്രതികൾക്കൊരു ഡിഫൻസ് കഥയുണ്ട്. പ്രതികൾ പറയും, സാറേ എനിക്ക് പറ്റിപ്പോയി, ഒരു സഡൻ പ്രൊവോക്കേഷനിൽ പറ്റിപ്പോയി. കാരണം അവൻ എന്നെ തള്ളിയിട്ടു, അല്ലെ അവൻ എന്റെ ഭാര്യയെ ചീത്ത വിളിച്ചു, അല്ലെ അവന്റെ കുടുംബത്തെ ചീത്ത വിളിച്ചു, അതുകൊണ്ട് സാറെ കൈയബദ്ധം പറ്റിപ്പോയി എന്ന് ചില കേസിൽ പ്രതികൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കേസ് മനസ്സിലാക്കണം. ഈ കേസിൽ 16 പ്രതികളിൽ ഒറ്റ മനുഷ്യന് പോലും TP ചന്ദ്രശേഖരൻ ആരാണെന്ന് അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. TP ചന്ദ്രശേഖരനുമായി ഒരു വ്യക്തിവിരോധമില്ല. TP ചന്ദ്രശേഖരനുമായി നേരിട്ട് യാതൊരു ശത്രുതയുമില്ലാത്ത മനുഷ്യർ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഈ മനുഷ്യരെയാണ് വെട്ടിക്കൊല്ലേണ്ടതെന്ന് ഫോട്ടോ കാണിച്ചു കൊടുത്തതിന് ശേഷം വീട്ടിൽ പോയി ഭാര്യയ്ക്ക് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ TP ചന്ദ്രശേഖരനെ ഇന്നോവ കാർ കൊണ്ട് തടഞ്ഞു നിർത്തി, ബൈക്കിൽ നിന്ന് പുറത്തിറക്കി നിർത്തി 51 വെട്ടിവെട്ട് അദ്ദേഹത്തിന്റെ മുഖം ഇനി കണ്ടാൽ തിരിച്ചറിയാത്ത വിധം ഭാര്യയും മക്കളും അന്ത്യചുംബനം കൊടുത്ത് അവസാനത്തെ യാത്രയാക്കരുത് എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ മുഖം വികൃതമാക്കി വെട്ടിക്കൊന്നെങ്കിൽ അതിന് മുൻകൈ എടുത്ത മനുഷ്യർ ഇപ്പോഴും കേരളം ഭരിക്കുന്നില്ലേ? അതിലൊരു പ്രതിയായിരുന്നു കുഞ്ഞനന്ദൻ. കുഞ്ഞനന്ദൻ മരിച്ച സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ അറിയാമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ വഴിമാറി സഞ്ചരിക്കണമെന്ന്. കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ TPയെ കൊന്ന കേസിലെ പ്രതിയാക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ മനുഷ്യൻ അവസാനം അസുഖബാധിതയുടെ പേരിൽ, രോഗം മൂർച്ഛിച്ചതിന്റെ പേരിൽ പരോള് കൊടുത്ത് ആ പരോളിൽ കിടക്കുമ്പോ മരണപ്പെട്ടു പോയ കുഞ്ഞനന്ദനെ പറ്റി പിണറായി വിജയൻ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സഖാവാണ് എന്നാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സഖാവാണ് കുഞ്ഞനന്ദൻ എന്നാണ്. കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ക്രിമിനലിനെ, TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ, രമ എന്ന് പറയുന്ന സ്ത്രീക്ക് ഭർത്താവിനെ ഇല്ലാതാക്കിയ, അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ അപ്പനെ ഇല്ലാതാക്കിയ കുഞ്ഞനന്ദൻ എന്ന ക്രിമിനലിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായ മനുഷ്യൻ വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാനായ വ്യക്തിയാണ് കുഞ്ഞനന്ദൻ. ആ മനുഷ്യനാ കേരളം ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, വടകരയിൽ ഞാൻ ആ മീറ്റിംഗിന് പോയപ്പോ സഖാവ് വിമൽ എന്ന് പറയുന്ന മനുഷ്യൻ, ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോയത്. വടകരയിൽ ഒരു ഗ്രാമത്തിലാണ്. TP മരിക്കുന്ന ദിവസം രാത്രി വടകരയിലെ കമ്മ്യൂണിസ്റ്റിലെ 150ഓളം ചെറുപ്പക്കാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തുകൂടിയിട്ട് പറഞ്ഞു, നമ്മൾ പാർട്ടി വിടുകയല്ലേ? അതായിരുന്നു ചോദ്യം. നമ്മൾ പാർട്ടി വിടുകയല്ലേ? അതായിരുന്നു ചോദ്യം. പാർട്ടി വിട്ടു. സഖാവ് വിമലടക്കമുള്ള 150ഓളം ചെറുപ്പക്കാർ ചേർന്ന് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയില്ല, RMPയിലേക്ക് പോയില്ല, കോൺഗ്രസിലേക്ക് പോയില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയില്ല. അവരിന്നും വടകരയിൽ ജനാധിപത്യ ബദൽ തീർത്തുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർത്തുകൊണ്ട് ആ മനുഷ്യർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും വന്നില്ല ആ പ്രോഗ്രാമിൽ. ഞാൻ പറയുന്നത്, ആർജവമുള്ള മനുഷ്യൻ മാറി തുടങ്ങിയിട്ടുണ്ട്, തന്റെ ഇടമുള്ള മനുഷ്യർ മാറി തുടങ്ങിയിട്ടുണ്ട്.
താല്പര്യമില്ലാത്ത മനുഷ്യർ ഈ സംവിധാനത്തെ വിട്ടുപോയിട്ടുണ്ട്. ഇതിനിപ്പോഴും ഓശാന പാടുന്നത്, ഇതിനിപ്പോഴും കൈയടിക്കുന്നത്, ഇതിനിപ്പോഴും വിപ്ലവീര്യത്തോട് സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഓശാനം സ്വീകരിച്ചവർ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപജയം അത്ര ഭീകരമാണ്, അത്ര ഭീകരമാണ്. കൊടിഞ്ഞി ഫൈസലിനെ പറ്റി നമുക്കറിയത്തില്ലേ? RSSന്റെ ബന്ധം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും RSSുമായുള്ള ബന്ധം എത്ര ഭീകരമാണ് എന്ന് ADGP അജിത് കുമാർ RSSന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്ന പേരിൽ പുറത്തു വന്നപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ മലപ്പുറത്ത് സംസാരിക്കുന്ന കൊടിഞ്ഞി ഫൈസലിന്റെ കൊലപാതകത്തെ പറ്റി നമ്മൾ പറയാതെ പോകാൻ സാധിക്കും. കൊടിഞ്ഞി ഫൈസലിനെ വെട്ടിക്കൊന്നു കേസിൽ പ്രതികളാക്കപ്പെട്ട സംഘപരിവാറുകാരാ, ശരിയല്ലേ? മലപ്പുറത്തുള്ള സംഭവം. കൊടിഞ്ഞി ഫൈസലിനെ വെട്ടിക്കൊന്ന കേസിൽ മലപ്പുറത്ത് കൊല്ലപ്പെട്ട കൊടിഞ്ഞി ഫൈസൽ കേസിൽ പ്രതികളാക്കപ്പെട്ടത് മുഴുവൻ സംഘപരിവാറുകാരാണ്. ഈ സംഘപരിവാർ കേസിൽ പ്രതികളെ ശിക്ഷിപ്പിക്കണ്ടേ, കേസെടുക്കണ്ടേ, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണ്ടേ? സമയത്ത് ഫയൽ ചെയ്തോ? ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് MLA-മാരടക്കം SP ഓഫീസ് മാർച്ച് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, ഹൈവേ ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. കൊടിഞ്ഞി ഫൈസലിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ കേസ് ശിക്ഷിപ്പിക്കാൻ ഞങ്ങൾക്കൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം, കുമാരൻ വക്കീൽ വേണം, അല്ലെ, കുമാരൻകുട്ടി വക്കീൽ വേണം. അതായത് മരണപ്പെട്ടവന്റെ ഭാര്യ കോടതിയിൽ പോയിട്ട് പറയുകയാണ്, എന്റെ ഭർത്താവിനെ സംഘപരിവാറുകാർ വെട്ടിക്കൊന്നതാണ്, സംഘപരിവാറുകാർ വെട്ടിക്കൊന്ന കേസിൽ എനിക്ക് നീതി വേണം. ആ നീതി ലഭിക്കണമെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള ഒരു വക്കീലിനെ, സംഘപരിവാറുകാരെ ശിക്ഷിപ്പിക്കാൻ ഒരു വക്കീലിനെ വെച്ചു തരണമെന്ന് സർക്കാരിനോട് പറഞ്ഞിട്ട് വെച്ചു കൊടുക്കുന്നില്ല. അവസാനം ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുത്തു. ഹൈക്കോടതി വിധി വന്നു, അല്ലെ? ഹൈക്കോടതി വിധി എന്താ? കൊടിഞ്ഞി ഫൈസലിന്റെ ഭാര്യ കൊടുത്ത കേസിൽ ഹൈക്കോടതി വിധി എന്ന് പറയുന്നത് ഈ കുമാരൻകുട്ടി വക്കീലിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി വെക്കണം. ഈ കുമാരൻകുട്ടി വക്കീൽ ആരാ? ഈ കുമാരൻകുട്ടി വക്കീലാണ് TP വധക്കേസിൽ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജീവിതം ഒഴുകി വെച്ച സഖാവ് കുഞ്ഞനന്തന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത വക്കീൽ. സഖാവ് കുഞ്ഞനന്തന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത വക്കീലാണ് കുമാരൻകുട്ടി വക്കീൽ. TP ചന്ദ്രശേഖറിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. ആ മനുഷ്യരെ വേണം സംഘപരിവാറുകാരെ അകത്തിവിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഒരു സ്ത്രീ പറഞ്ഞിട്ട് കേട്ടില്ല. അവസാനം ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഉത്തരവ് ഒന്നുമല്ല, ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ച വന്നു. ഉത്തരവ് എന്താ? ആ ഉത്തരവ് കുമാരൻകുട്ടി വക്കീലിനെ പോയിന്റ് ചെയ്യണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ഈ കേസിൽ ഇപ്പോൾ സർക്കാർ അപ്പോയിന്റ് ചെയ്ത് കുമാരൻകുട്ടി വക്കീലല്ല, ഒരു മാത്യു അഡ്വക്കേറ്റ്, ശരിയല്ലേ? മാത്യു വക്കീല. ആരാ മാത്യു വക്കീല്? CPI-യുമായി ബന്ധമുള്ളവരാ. ഒരു സ്ത്രീ കോടതിയിൽ ചെന്നിട്ട് പറയുകയാണ്, സർക്കാരിനോട് പറയുകയാണ്, എന്റെ ഭർത്താവിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളെ ശിക്ഷിക്കണം, അതിന് എനിക്ക് വിശ്വാസമുള്ള ഒരു വക്കീലിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ച് തരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് വെച്ചു കൊടുക്കാൻ ഇയാൾക്ക് എന്താ പ്രയാസം? അത് വെച്ചു കൊടുക്കാൻ ഇയാൾക്ക് എന്താ ഇത്ര രാഷ്ട്രീയം? ഇയാളെ വീട്ടിൽ നിന്നുമല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത്. ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശമ്പളം കൊടുക്കുന്നത് പിണറായി വിജയന്റെ ഉചിത പ്രകാരമല്ലല്ലോ, വീണ വിജയന്റെ കമ്പനി നല്ലല്ലോ, വിവേക് വിജയന്റെ കമ്പനി നല്ലല്ലോ, മറിച്ച് നമ്മുടെ പണമല്ലേ, നമ്മുടെ ഖജനാവിലെ പണമല്ലേ, സർക്കാരിന്റെ പണമല്ലേ? എടാ, അവരുടെ ഭർത്താവിനെ വെട്ടിക്കൊന്ന കേസിൽ അവർക്ക് നീതി കിട്ടുമെങ്കിൽ കുമാരൻകുട്ടിയല്ല ഫൽക്കിവാരെയോ നരിമാരെ വെച്ചു കൊടുക്കാൻ ഇയാൾക്കെന്താ പ്രശ്നം? പക്ഷെ വെച്ചു കൊടുക്കത്തില്ല. കാരണം വെച്ചു കൊടുത്താൽ സംഘപരിവാറുകാരനകത്ത് പോകും. സംഘപരിവാറുകാരനകത്ത് പോയാൽ പിണറായി വിജയന്റെ കഥകൾ പുറത്തു വരും. കാരണം ഡീലാണ്. എന്താ ഡീല്? ബഡാ ഡീലാണ്. സംരക്ഷിക്കും. ആരെ സംരക്ഷിക്കും? കേരളത്തിലെ മുഴുവൻ സംഘപരിവാറുകാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഗുണ്ടയാണ് പിണറായി വിജയൻ. ആ ഗുണ്ടയ്ക്ക് സംഘപരിവാർ ഗുണ്ടകൾ അകത്തു പോയാൽ നോവും. അതുകൊണ്ടാണ് കുമാരൻകുട്ടി വക്കീലിനെ അപ്പോയിന്റ് ചെയ്യാതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ഈ കേസ് തുലയ്ക്കണം. കൊടിഞ്ഞി ഫൈസലിന്റെ കേസിൽ സംഘപരിവാറുകാരൻ ജയിലിൽ പോകാൻ പാടില്ല എന്ന വാശി സംഘപരിവാറുകാരേക്കാളും കൂടുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് കുമാരൻകുട്ടി വക്കീലിനെ വെച്ചു കൊടുക്കാത്തത്. പക്ഷേ ആ സ്ത്രീ വീണ്ടും കോടതി പോകും, നാണം കെടും. കാരണം കോടതിയെ ലക്ഷ്യമാണ്. കോടതി വെച്ച വക്കീലിനെ അപ്പോയിന്റ് ചെയ്യാൻ എന്താ പ്രയാസം? കാരണം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ശമ്പളം 60,000 രൂപയുള്ളൂ. നിങ്ങൾക്കറിയോ? ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ആ കേസ് കഴിയുന്നതോടുകൂടി അദ്ദേഹം തീർന്നു, അദ്ദേഹത്തിന് ജോലി തീർന്നു. അതായത് ഒരു 3 മാസം 4 മാസം കോടതിയിൽ ഈ കേസിന്റെ വിചാരണയിൽ വാദിക്ക് വേണ്ടി, കൊല്ലപ്പെട്ടവന് വേണ്ടി, കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടി കോടതിയിൽ പോകുന്ന ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്. 70,000 രൂപ ശമ്പളം, ഒരു കാർ കൊടുക്കണം, 2 പോലീസുകാർ സ്റ്റാഫിനെ കൊടുക്കണം, ഒരു ക്വാർട്ടേഴ്സ് കൊടുക്കണം, പേപ്പറും പേനയും കൊടുക്കണം, കേസിന്റെ രേഖകൾ കൊടുക്കണം. കൂടി പോയാൽ ഒരു 2.5
ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും ഖജനാവിൽ. അത് കൊടുക്കാനില്ലാത്തതാണോ? അല്ല, അത് കൊടുക്കാൻ. പക്ഷെ അത് കൊടുത്താൽ കൊടിറ്റി ഫൈസലിനെ കൊന്ന സംഘപരിവാറുകാരൻ അകത്തു പോകും. അങ്ങനെ അകത്തു പോയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി, എനിക്ക് എന്റെ മകൾ, ഈ ഡീല് പൊടി. ആ ഡീലിന് വേണ്ടി ഈ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുകയല്ലേ. ഇപ്പോഴും പോയി വോട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു പ്രതിപക്ഷ സംവിധാനമുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഞാൻ ആ റിപ്പോർട്ടിനെ പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പോട്ടെ. 2019 മുതൽ, ഇത് എന്റെ ഓൺ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, നിങ്ങൾ എഴുതി വെച്ചോളൂ. 2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കൊടുത്തത്. 2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് എന്തായിരിക്കും കൊടുത്തത്? നിങ്ങൾ ആലോചിച്ചു, കോമൺ സെൻസിൽ ആലോചിച്ചു നോക്കി എന്തായിരിക്കും കൊടുത്തത്? പാവപ്പെട്ട പെൺകുട്ടികൾ ചെന്നിട്ട് പറയുകയാണ്, സിനിമാ ഫീൽഡിൽ പോയാൽ ഞങ്ങളെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി കൊടുത്തതാണ്. ഇത് കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ? സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ കീഴിലല്ലേ? സാംസ്കാരിക നായകനായിട്ടുള്ള മന്ത്രിയുടെ കീഴിലല്ലേ? ഞാൻ പറയുന്നു, 2019 മുതൽ ഈ റിപ്പോർട്ട് കയ്യിൽ വാങ്ങിച്ചു വെച്ച് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പ്രളയം ഉണ്ടായപ്പോ 25 ലക്ഷം ഓൺ ദി സ്പോട്ടിൽ കൊടുത്തത് എന്താണെന്നറിയാം? ഞാൻ പറയുക, വിവാദമായിരിക്കും. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വയനാട് പ്രശ്നം ഉണ്ടായപ്പോ 25 ലക്ഷം ഓൺ ദി സ്പോട്ടിൽ കൊടുത്തില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സിനിമാ താരങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ റിപ്പോർട്ട് കൈവച്ച് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് പുറത്തുവിടാക്കുന്നത്. അറിയോ? കാരണം പെൺകുട്ടികൾ മുഴുവൻ മൊഴി എഴുതി കൊടുത്തിട്ടുണ്ട്. സിനിമാക്കാരന്റെ മുഴുവൻ മൊഴി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ പോലീസിന് കൈയിരിക്കുക. റിപ്പോർട്ടിൽ പറയുന്നില്ല പോക്സോ ഒഫൻസുകൾ. ഒരു കേവല ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്കറിയാം പോക്സോ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസിന് സ്വമേധയാ കേസ് അന്വേഷണം നടത്താം. അതിൽ അവിഹിത കഥകൾ മാത്രമല്ല, അതിൽ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ട് അതിന്റെ മെമ്പറായിരുന്ന ശാരദ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പത്രക്കാർക്ക് ഇഷ്ടം ലഹരിയല്ലല്ലോ, അവർക്ക് ഇഷ്ടം ഈ പരിപാടിയുണ്ട്. അവര് ഞാൻ നോക്കിയപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു റിപ്പോർട്ടർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്തിട്ട് ഓടുകയാണ്. അതായത് ഞാൻ വിചാരിച്ചു ഈ റിപ്പോർട്ടിന്റെ ഈ കോപ്പിയുള്ളൂ, ഇനി വേറെ കോപ്പി കിട്ടത്തില്ല ഞാൻ വിചാരിച്ചു. അത് ഓടുകയാണ്. കാരണം അത്ര സെൻസേഷനിലാണ്. 2019 മുതൽ ഈ റിപ്പോർട്ട് കൈ വാങ്ങിച്ചു വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഈ പാവപ്പെട്ട സിനിമാ താരങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു. പേര് പുറത്തു പറയും, ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത് പുറത്തുവിടായിരുന്നത്. അവസാനം പുറത്തു വന്നപ്പോ ഞാന് സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞൊരു ഡയലോഗ് സത്യത്തിൽ ഞാൻ ചിരിച്ചു. ഞാൻ 3-4 തവണ കാറിൽ ഇരുന്ന് വീണ്ടും അത് കണ്ട് ചിരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെ തൊടും ഇവരെ. കാരണം സിനിമയിൽ ഒരു പ്രബല വിഭാഗമുണ്ട്. സജീന്ദ്രൻ പറയാ, സജീന്ദ്രൻ ആരാണെന്ന് പറയാം, ഭരണഘടനയ്ക്കകത്ത് ഏതോ കുന്തം കൊടച്ചക്രം എഴുതി വെച്ചെന്ന് പറഞ്ഞ മന്ത്രി എന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി ഒരു പാർട്ടി മീറ്റിംഗിൽ പാർട്ടിക്കാർക്കിടയിൽ പറയുകയാണ് ഭരണഘടനയുടെ സൈഡിൽ ഒരു കുന്തവും കൊടച്ചക്രം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതായത് മതേതരത്വം സോഷ്യലിസം എഴുതി വെച്ചിരിക്കുന്നതിനാണ് പുള്ളി പറഞ്ഞ കുന്തവും കൊടച്ചക്രവും. അവസാനം രാജിവെക്കേണ്ടി വന്നു. പൊട്ടന്മാര് കമ്മ്യൂണിസ്റ്റുകാരത് കൈയടിച്ചു. പക്ഷേ കൂടുതലേതോ കമ്മ്യൂണിസ്റ്റുകാരും പണി കൊടുത്ത് റെക്കോർഡ് ചെയ്ത് പുറത്തിട്ടു. പുള്ളി വിചാരിച്ചത് പുറത്ത് പോകത്തില്ലെന്നാണ്. പക്ഷെ ആരോ പണി കൊടുത്ത് അങ്ങനെ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിസ്ഥാനം പോയി വീണ്ടും മന്ത്രിയായി. ആ മന്ത്രി പറഞ്ഞൊരു ഡയലോഗാണ്, യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങൾ കേട്ട് നോക്കണം. അദ്ദേഹം പറഞ്ഞ ഡയലോഗ് അറിയാമോ? എടാ, സിനിമയിലല്ല, ലോകത്ത് പ്രബല വിഭാഗമില്ലേ? ലോകത്ത് പ്രബല വിഭാഗമുണ്ട്. അമേരിക്കയിൽ മുതലാളിമാരില്ലേ? നമുക്കതിനെ പോരാടാൻ പറ്റൂ? അതെല്ലാ മേഖലയിലും ഇല്ലേ? നമുക്കതിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ആരാ പറയുന്ന? കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മന്ത്രി പാവപ്പെട്ട തൊഴിലാളികളോട് പറയുകയാണ്, വിപ്ലവം വരും, നമ്മൾ അധികാരത്തിൽ വരും, മുതലാളിമാരെ കൊന്ന് അറബിക്കടലിൽ കളയും, മുതലാളിമാർ സ്വത്തുക്കളൊക്കെ നമ്മൾ കൈയടക്കും, ഇവിടെ സോഷ്യലിസവും വിപ്ലവവും ജനാധിപത്യവും വരും, നമ്മൾ പോരാടണമെന്ന് പറഞ്ഞ് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് വടയും പരിപ്പോടയുടെയും കട്ടൻ ചായയുടെയും ഈ കാജാബീയുടെയും കഥ പറഞ്ഞ് തൊഴിലാളികൾക്ക് പ്രസ്ഥാനമെന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞ് വോട്ട് നേടി അധികാരത്തിൽ വന്ന ഒരു മന്ത്രി പറയുകയാണ് ഇതൊന്നും നടക്കുമെന്ന്. ആലോചിച്ചു, സത്യത്തിൽ ഇവരൊക്കെ രാജിവെക്കണ്ടേ? ഇവര് മനസ്സിൽ എന്താ ഈ പൊട്ടത്തരം പറയാതിരിക്കാനുള്ള മാന്യത വേണ്ടേ? മനസ്സിൽ വെച്ചാൽ പോരെ? പറയുകയാണ് പ്രബല വിഭാഗം ലോകത്തോട് നമുക്ക് പോരാടാമല്ലോ പറ്റൂ. പിന്നെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുമായിട്ട് ആശയം എന്താണ്? തൊഴിലാളി വർഗം, പാവപ്പെട്ടവൻ, ഉന്നമനം, ഉദ്ധാനം, പുനരുദ്ധാനം, നവോത്ഥാനം, ഇതൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ പറയുകയാണ് മനസ്സിലുള്ളത്. അങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുമോ ഇവരെ? കാരണം ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ പ്രബല വിഭാഗം ഇളകുമെന്ന്. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. പൗരപ്രമുഖന്മാർ അല്ലെ നമ്മൾ കാണുന്നതല്ലേ? പൗരപ്രമുഖന്മാരെ കണ്ടൊരു കേൾക്കുന്നൊരു പാർട്ടി
അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ കെ-റെയിലുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായി. നമ്മൾ കണ്ടു കേരളത്തിൽ കെ-റെയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളത് കണ്ടു. പാവപ്പെട്ട മനുഷ്യര് രാവിലെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് നിന്ന് ഒരു വാർത്ത വന്ന് യൂട്യൂബിൽ വന്നു. നമ്മൾ ചിരിച്ചു. അതൊരു സ്ത്രീ പറയുന്നത് കരഞ്ഞോണ്ട് പറയുകയാണ്. പക്ഷെ അന്ന് നമ്മൾ സങ്കടപ്പെട്ട ഇന്ന് പക്ഷെ അതിൽ തമാശയുണ്ട്. കാരണം ഒരു സ്ത്രീ പറയാണ്, സാറേ രാവിലെ തൊഴിലുറപ്പ് ജോലിക്ക് ഞാൻ പോയി, ഭർത്താവ് ജോലിക്ക് പോയി, പിള്ളേർ സ്കൂളിൽ പോയി, തിരിച്ചു വന്നപ്പോ കേരളയിലെ കല്ല് വീടിന്റെ സെന്ററിൽ കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു വീടിന്റെ പകുതി രാവിലെ തൊഴിലുറപ്പിനും ജോലിക്കും പോയ വീട്ടുകാർ തിരിച്ചു വന്നപ്പോ വീടിന്റെ പകുതി സർക്കാർ വസ്തുവായി, സർക്കാരിന്റെ വസ്തുവായി നടുക്കൊണ്ട് കല്ലിട്ടേക്കുകയാണ്. അതായത് രാത്രി ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിൾ ഒരു സൈഡിൽ ഇരുന്നാൽ അത് സർക്കാർ വസ്തു, ഒരു സൈഡിൽ അവരുടെ വസ്തു, അപ്പുറത്ത് കയറിയൊരു കേസാണ്. അപ്പൊ അന്ന് ആരോ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടു, ഏതോ പശുവിനെ ഏതോ കളിയിൽ കെട്ടിയിരിക്കുകയാണ്, തൊഴുത്തിൽ കെട്ടിയിരിക്കുകയാണ്. പശുവിന്റെ തല നിൽക്കുന്നത് അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ, പശുവിന്റെ അകട് നിൽക്കുന്നത് സർക്കാർ പ്രോപ്പർട്ടിയിൽ. അപ്പം അപ്പുറത്തോടെ പോയി അകട് പിടിച്ച് കറക്കണമെങ്കിൽ സർക്കാർ പ്രോപ്പർട്ടിയിൽ പോയി പശുവിനെ കറന്നു കേസായത്. പാവപ്പെട്ട മനുഷ്യർ എത്ര കേസായി. സാധാരണ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടതല്ലേ, ഒരു കോഴിക്കോടാണെന്ന് തോന്നുന്നു മലബാറിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ വലിച്ചഴച്ച് ആക്രമിച്ച് പോലീസുകാർ കെ-റെയിലുമായി ബന്ധപ്പെട്ട് കല്ലിടാമെന്ന് ഉദ്യോഗസ്ഥരെ തടഞ്ഞതിന്റെ പേരിൽ പാവപ്പെട്ട സ്ത്രീകളെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞ് അലറിക്കളഞ്ഞ് കരയുകയാണ്, എന്റെ അമ്മയെ കൊണ്ടുപോകരുത്, ഉപദ്രവിക്കുന്നത്, ജീപ്പിൽ കയറ്റില്ലെന്ന് പറഞ്ഞപ്പോ മർദ്ദിച്ചവശയാക്കി ആ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസെടുത്തു. ഇന്നും ഞാൻ പറയുന്നു, കേരളത്തിന്റെ പല മജിസ്ട്രേറ്റ് കോടതികളിൽ കെ-റെയിലുമായി ബന്ധപ്പെട്ട് സാധാരണ മനുഷ്യരുടെ കേസുകളുണ്ട്. കേരളയിൽ പോയില്ലേ, ഉറപ്പിച്ച ഡീലില്ല. അപ്പൊ കേരളത്തിൽ ഇത്തരത്തിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സംവിധാനം, ഭരിക്കുന്ന സംവിധാനമില്ല. പറഞ്ഞു പോയാൽ ഒരുപാട് പറയേണ്ടി വരും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ആം ആദ്മി എന്ന് പറയുന്ന ഒരു മൂന്നാം പൊളിറ്റിക്കൽ സ്പേസിനെ പറ്റി പറഞ്ഞു പോകേണ്ട സാഹചര്യമുള്ളത്. ഇവിടെ ദിലീപ് ജി പറഞ്ഞു ഞങ്ങളുടെ നേതാവ് ജയിലിലാണ് എന്ന്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഈ പാർട്ടി പ്രവർത്തകരല്ലാത്ത മനുഷ്യർ കേൾക്കുമ്പോൾ പറയും, അവന്റെ നേതാവ് ജയിലിൽ കിടക്കാണ്, ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് അവൻ ഇവിടെ കൊണ്ടോട്ടിയിൽ വന്ന് ഡയലോഗ് അടിച്ചിട്ട് പോവാണ്, നീ പോയി നിന്റെ നേതാവിനെ പുറത്തിറക്കുക എന്ന് പറയും. പക്ഷേ സത്യസന്ധമായി പറയട്ടെ, രാഷ്ട്രീയ ഉപജീവനമല്ലാത്തതിന്റെ പേര് പറയട്ടെ, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന അഴിമതി കേസിലല്ല. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു സംശയമില്ല. എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ കൈയടിക്കുന്ന ഒരു പക്ഷെ ഞാനിത് പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ സംസാരിക്കുന്ന സാധാരണക്കാരനോ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ നേതാവ് ജയിലിൽ കിടക്കല്, പോയി ഇറക്കിയിട്ട് വാന്ന് പറയുമ്പോൾ നിങ്ങൾ ചൂടണ്ട, നിങ്ങൾക്കതിൽ ആക്ഷേപം വേണ്ട, നിങ്ങൾക്കതിൽ സങ്കടം വേണ്ട. നിങ്ങൾക്ക് പറയാം, ആർജവത്തോടു കൂടി നെഞ്ചിൽ കൈവച്ച് പറയാം, ഞങ്ങളുടെ നേതാവ് ജയിലിൽ കിടക്കുന്നത് ഇന്ത്യയിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കാൻ വേണ്ടി. എന്താ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നറിയാമോ? അതറിയണമെങ്കിൽ കേസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഈ കേസിൽ, അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ അവസാനമായി സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ജയിലിൽ പോയി, അഴിമതി ആരോപണത്തിന്റെ പേരിലാണ് ജയിലിൽ പോയത്, സംശയമൊന്നുമില്ല, അംഗീകരിക്കുന്നു. ആ മനുഷ്യൻ ജയിലിൽ പോയതിനു ശേഷം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ആ മനുഷ്യൻ ജാമ്യം കൊടുത്തു. ചരിത്രത്തിൽ, ഇന്ത്യയുടെ ജുഡീഷ്യൽ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായ സംഭവം എങ്ങനെയാണെന്നറിയാമോ? അതായത് ഒരു ക്രിമിനൽ കേസിൽ നമ്മൾ പെട്ടാൽ ഏത് കോടതിയിലാണെങ്കിലും പ്രതിക്ക് വേണ്ടി ഒരു വക്കീൽ കോടതിയിൽ ഹാജരായി ഒരു ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും, ഒരു ജാമ്യ ഹർജി കൊടുക്കും. ആ ഹർജിയിലാണ് വാദം കേൾക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നാളെ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ ക്രിമിനൽ കേസിൽ അകത്ത് പോയാൽ നിങ്ങൾ പോയി അഭിഭാഷകനെ കാണുമ്പോൾ ആ അഭിഭാഷകൻ പ്രതിയുടെ ഡിഫൻസ് എഴുതി, പ്രതിയുടെ സ്റ്റോറി എഴുതി കോടതിയിൽ കൊടുക്കും. അതിന് ജാമ്യാപേക്ഷ എന്നാ പറയുന്നത്. ആ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. ആ ജാമ്യാപേക്ഷയിൽ കോടതി പ്രോസിക്യൂട്ടറോട് സർക്കാരിന്റെ വാദം അവതരിപ്പിക്കാൻ പറയും. സർക്കാർ പറയും, ഈ കേസിൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ല, കാരണം ഇത് വലിയ ഭീകര കേസാണ്. ഇങ്ങനെയാണ് കോടതികളിൽ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ട്, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ചരിത്രത്തിലാദ്യമായിട്ട് ജാമ്യാപേക്ഷയില്ലാതെ കോടതിയുടെ മുമ്പിൽ ഒരു ജാമ്യ ഹർജി ഇല്ലാതെ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജാമ്യാപേക്ഷയില്ലാതെ കോടതിയുടെ പരിഗണനയിൽ കേസ് വരികയും അതിൽ പ്രതിക്ക് വേണ്ടി പ്രതിയുടെ അഭിഭാഷകൻ ഒരു ജാമ്യ ഹർജി കൊടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വമേധയാ സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർ പറയുകയാണ്, അഭിഷേക് മനു സിംഗ്വിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ മനുഷ്യന് ജാമ്യം തരട്ടെ എന്ന്. ലൈവിലോ റിപ്പോർട്ട് ചെയ്തതിനകത്ത് പറയുന്നത്, അഭിഷേക് സിംഗ്വി ഞെട്ടി.
കാരണം അഭിഷേക് സിംഗ്വി കോടതിയിൽ കേസ് വാദിച്ചത് ജാമ്യം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചലഞ്ച് ചെയ്തുകൊണ്ടാണ്. ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ എനിക്കറിയാം, ഞാൻ 24 ന്യൂസ് ചാനലിന്റെ ഡിബേറ്റിൽ ഇരിക്കുന്ന സമയത്താണ് അത് കേജ്രിവാൾ ജാമ്യം കിട്ടുന്ന വാർത്ത വരുന്നത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ന്യൂസ് റൂമിൽ ഞാനുണ്ട്, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന VT ബൽറാമുണ്ട്, ഹാഷ്മിയാണ് അവതാരകൻ. ഞാൻ ഹാഷ്മിയോട് ചോദിച്ചു, ഹാഷ്മി, 50 ദിവസം മുമ്പ് അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കോടതിക്കുള്ളിൽ ജയിലിലായ അരവിന്ദ് കേജ്രിവാൾ ഈ ലോക്സഭാ ഇലക്ഷൻ 5 ദിവസം മുമ്പ് ഇറങ്ങി വന്ന് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം സംഘപരിവാർ അജണ്ടയ്ക്ക് മേൽ അവസാന ആണിയടിക്കാൻ ഈ മനുഷ്യൻ കടന്നു വരുമെന്ന് നിങ്ങളോ ഞാനോ വിചാരിച്ചോ? ഇല്ല. ആഷി പറഞ്ഞു, ഞാൻ കരുതിയില്ല, കോൺഗ്രസുകാർ കരുതിയില്ല, കേരളത്തിലെ ആം ആദ്മിക്കാർ കരുതിയില്ല, നാഷണൽ കൺവീനർമാരും ഈ പാർട്ടിയുടെ നാഷണൽ നേതാക്കന്മാരും കരുതിയില്ല. പക്ഷേ കോടതി ഇറക്കി വിട്ടിട്ട് പറഞ്ഞു, ജനാധിപത്യത്തിൽ ഈ മനുഷ്യന് പങ്കെടുക്കണം. കാരണം ഈ മനുഷ്യൻ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന മനുഷ്യനാണ്. എങ്ങനെയാണ് കോടതി പറഞ്ഞത്? കോടതിയുടെ മുമ്പിൽ ഒരു ജാമ്യാപേക്ഷയില്ല, പക്ഷേ ജാമ്യാപേക്ഷയില്ലാതെ ജാമ്യം കിട്ടിയ ലോകത്തിലെ ആദ്യത്തെ ഒരു കേസിലെ പ്രതിയാണ് അരവിന്ദ് കേജ്രിവാൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മഹത്തായ ഒരു കേസാണ്. പിന്നീട് അദ്ദേഹം വീണ്ടും ജയിലിൽ പോയി. ഇലക്ഷൻ റിസൾട്ട് വന്നതിന്, ഇലക്ഷൻ വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം ജയിലിൽ പോയി. ഇപ്പൊ അദ്ദേഹം വീണ്ടും ജയിലിലാണ്. CBI വീണ്ടും കേസെടുത്തു. അദ്ദേഹത്തിന് ED എടുത്ത കേസിൽ ജാമ്യം കൊടുത്ത് അദ്ദേഹം പുറത്തിറക്കുന്നതിന് തലേ ദിവസം CBI കേസെടുത്ത് വീണ്ടും ജയിലിലാണ്. സമ്മതിക്കുന്നു. പക്ഷേ ഈ കേസിൽ ഒരു മഹാവിപ്ലവം നടന്നിട്ടുണ്ട്. ആ വിപ്ലവം എന്താണെന്നറിയാമോ? ഈ കേസിൽ സുപ്രീം കോടതിയിൽ അരവിന്ദ് കേജ്രിവാളിന്റെ വക്കീൽ മനു അഭിഷേക് സിംഗ്വി ഒരു പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് PMLA ആക്ട് എന്ന് പറയുന്ന നിയമപ്രകാരമാണ്. ആക്ടിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ക്രിമിനൽ കേസിൽ അകപ്പെട്ടു പോയാൽ പ്രോസിക്യൂഷൻ ആരോപിക്കും, പ്രോസിക്യൂഷൻ തെളിയിക്കണമെന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അതായത് ആരാണോ കേസിൽ ആരോപിക്കുന്നത് അവർ തെളിയിക്കണം. ഞാൻ ഇവിടെ ക്രൈം ചെയ്താൽ, എന്നെ അറസ്റ്റ് ചെയ്താൽ പോലീസ് തെളിയിക്കണം, പ്രോസിക്യൂഷൻ തെളിയിക്കണം അദ്ദേഹം കുറ്റവാളിയാണെന്ന്. അതുവരെ അദ്ദേഹത്തെ കുറ്റവാളിയായി കണക്കാക്കാൻ കഴിയില്ല. വെറും പ്രതി മാത്രമാണ്, പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. അദ്ദേഹം കുറ്റം ചെയ്തു എന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുന്ന നിമിഷം വരെ അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് സാധാരണഗതിയിൽ പ്രിസംപ്ഷൻ, അനുമാനം, കോടതിയുടെ നിയമത്തിന്റെ അനുമാനം. മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. പക്ഷേ PMLA ആക്ടിൽ പ്രശ്നമുണ്ട്. PMLA ആക്ടിൽ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്താൽ, ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ ആ മനുഷ്യൻ തെളിയിക്കണം ആ മനുഷ്യൻ കുറ്റവാളികൾ. നടക്കുന്ന കാര്യമാണെന്ന് ആലോചിച്ച് നോക്കിയ. കാരണം PMLA ആക്ടിൽ പെട്ടുപോകുന്ന എപ്പോഴും രാഷ്ട്രീയക്കാരാണ്. PMLA ആക്ടിൽ പെട്ടുപോകുന്നത് എപ്പോഴും ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഭരണക്കാർക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ്. ആ മനുഷ്യൻ ജയിലിൽ കിടന്നതിനെ തെളിയിക്കും കുറ്റം ചെയ്തിട്ടില്ലത്. കാരണം ഇവിടുത്തെ പോലീസ് സംവിധാനവും ഇവിടുത്തെ മാധ്യമ സംവിധാനവും ഇവിടുത്തെ ഭരണ സംവിധാനവും മുഴുവൻ പോലീസിനൊപ്പം നിൽക്കുമ്പോൾ നിരപരാധിയായ ഒരു മനുഷ്യൻ അകത്ത് ജയിലിൽ കിടന്നിട്ട് അയാൾ എങ്ങനെ പോരാടും അയാൾ കുറ്റവാളിയല്ല എന്ന്? ഇതാണ് കേജ്രിവാളിന്റെ കേസ്. കേജ്രിവാളിന്റെ കേസല്ല, PMLA ആക്ട് സെക്ഷൻ 45-ഉം 19 അമെന്റ്മെന്റിന്റെ പ്രശ്നമാണത്. ആ കേസിൽ സുപ്രീം കോടതി ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തരമായ കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരുപക്ഷെ വരും കാലത്തിലെ പിള്ളേർ, വരും കാലത്തിൽ നിയമം പഠിക്കുന്ന പിള്ളേർ, വരും കാലത്തിൽ ചരിത്രത്തിന്റെ വ്യാഖ്യാനമായി മാറാൻ പോകുന്ന നിയമമായിട്ടുള്ള പരിഷ്കാരമായിരിക്കും അരവിന്ദ് കേജ്രിവാളിന്റെ കേസ്. ഞാൻ വെറുതെ പറയുന്നില്ല. കാരണം ഈ കേസിൽ സുപ്രീം കോടതി ഇപ്പൊ അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത് അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ, അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, PMLA ആക്ടുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നിയമവിരുദ്ധമാണ് പെറ്റീഷനിൽ സുപ്രീം കോടതി ചന്ദ്രചൂഡ് എന്ന് പറയുന്ന മഹാനായ നീതിമാനായ ജഡ്ജ് ആ കേസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് വിട്ടു. ഭരണഘടനാ ബെഞ്ചിലേക്ക് ആ കേസ് വിട്ടു. ഭരണഘടനാ ബെഞ്ച് എങ്ങനെയാ ഉണ്ടാകുന്നത് അറിയാമോ? ഭരണഘടനാ ബെഞ്ച് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ 3 രീതിയിലാണ്. ഭരണഘടനാ ബെഞ്ച് ഉണ്ടാകുന്നത് 3 രീതിയിൽ. അതായത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാരുടെ ബെഞ്ചുകൾ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചാണ്. 2 ന്യായാധിപരാണ് ഇരിക്കുക. നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ കൊണ്ടോട്ടിയിലെ മജിസ്ട്രേറ്റ് കോടതിയിലോ ജില്ലാ കോടതിയിലോ പോയാൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരെന്ന് പറഞ്ഞ ഒരാളായി. പക്ഷെ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയാൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഉണ്ട്. പക്ഷെ സുപ്രീം കോടതിയിൽ പോയാൽ ഡിവിഷൻ ബെഞ്ചാണ് ആദ്യത്തെ ബെഞ്ച്. 2 ന്യായാധിപന്മാരാണ് ഇരിക്കുക. അതെന്തിനാണെന്നറിയാമോ? കാരണം ഒരു മനുഷ്യൻ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് അവസാനത്തെ ആശ്രയമായിട്ടാണ്. കീഴ്ക്കോടതിയിൽ കേസ് തുടങ്ങി ഹൈക്കോടതി, ജില്ലാ കോടതി വഴി ഹൈക്കോടതിയിലെത്തി സുപ്രീം കോടതിയിൽ എത്തിയാൽ അത് ഒരു മനുഷ്യന്റെ അവസാന ആശ്രയമാണ്. ഇതിന്റെ മേലേക്ക് പോകാൻ ഒരു കോടതിയില്ല. ആ കോടതിയിൽ എത്തിയിരിക്കുകയാണ്.
അപ്പൊ അവിടെ ഒരു ജഡ്ജി എടുക്കുന്ന തീരുമാനം പിഴച്ചു പോയാൽ അത് പ്രശ്നമാണ്. അതിന് ഡിവിഷൻ ബെഞ്ചാണ് ആദ്യത്തെ ബെഞ്ച്. ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞാൽ പിന്നുള്ളത് അഡ്വൈസറി ബെഞ്ചാണ്. അഡ്വൈസറി ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ചില വിഷയങ്ങളിൽ സുപ്രീം കോടതിക്ക് ഒരു കത്തെഴുതിയിട്ട് പറയും, ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു തീരുമാനമെടുക്കണം, രാഷ്ട്രപതി എന്ന നിലയിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളണം, അതിന് ഈ വിഷയത്തിൽ നിങ്ങളൊരു അഡ്വൈസറി ബെഞ്ച് ഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ ന്യായാധിപന്മാർ സംഘം ചേർന്ന് അവരൊരു അഡ്വൈസറി ബെഞ്ച് ഉണ്ടാക്കും. അതിന് അഡ്വൈസറി ബെഞ്ച് എന്താ പറയുന്നത്? മൂന്നാമത്തെ ബെഞ്ചാണ് ഭരണഘടനാ ബെഞ്ച്. ഭരണഘടനാ ബെഞ്ചിൽ 5 കുറയാത്ത ന്യായാധിപന്മാരായിരിക്കുന്നത്. അത്തരം ബെഞ്ചുകൾ ഫോം ചെയ്ത കേസ് അറിയില്ലേ? അത്തരം ബെഞ്ചുകൾ ഫോം ചെയ്ത കേസാണ് ശബരിമല കേസ്. അതായത് എനിക്ക് തോന്നുന്നു 78 മുതൽ കേരളത്തിൽ സബ് കോടതിയിൽ തുടങ്ങിയ കേസാണ് ശബരിമല കേസ്. ആ കേസ് ഒരുപാട് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുള്ള കേസാണ്. സുപ്രീം കോടതിയിൽ എത്തിയപ്പോ അവിടെ 2 പ്രശ്നമാണുള്ളത്. കാരണം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമാണ്. സ്ത്രീകളെ തടയാൻ കഴിയത്തില്ല. അവർക്ക് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്ന ഭരണഘടനാപരമായ അവകാശമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അവകാശം ഭരണഘടനാ അവകാശമാണ്. ഒരു മതത്തിന് മതപരമായിട്ടുള്ള അവരുടെ അവകാശം സംരക്ഷിക്കാൻ കഴിയും. ശബരിമല വിഷയത്തിൽ എന്താ? ശബരിമല വിഷയത്തിലെ പ്രശ്നം അവിടെ പ്രായപൂർത്തിയായ സ്ത്രീകൾ, പെൺകുട്ടികൾ കയറാൻ പാടില്ല, മതവിശ്വാസം. അപ്പൊ ഇതിൽ സുപ്രീം കോടതി തീരുമാനം പറയുകയാണ്. എന്ത് തീരുമാനം? സ്ത്രീകൾ കയറിക്കോട്ടെ, ഭരണഘടനാപരമായ സ്ത്രീകൾക്ക് ഏത് സ്ഥലത്തും കയറാൻ അവകാശപ്പെടുന്നു പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ മതവികാരം പുറപ്പെടും. പ്രശ്നമല്ലേ? നേരെ മറിച്ചാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഈ വിഷയത്തിൽ വളരെ സെൻസിറ്റീവാണ്. 2 ജഡ്ജിമാർക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയില്ല. അതിന് ഭരണഘടനയിൽ 5 ന്യായാധിപരെ ഇരുത്തി ഭരണഘടനാ ബെഞ്ച് ഫോം ചെയ്തു. ആ വിഷയത്തിൽ വിധി വന്നു. നമ്മളതിനെ ലോ ഓഫ് ദി ലാൻഡ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ബാബറി മസ്ജിദ് കേസാണ്. രാഷ്ട്രീയപരമായി ബാബറി മസ്ജിദ് കേസിൽ വിരുദ്ധ അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഭരണഘടനയെ മുറുകെ പിടിക്കുന്ന, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന മനുഷ്യരെ സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ്. ആ അന്തിമ വിധി ഭരണഘടനാപരമായി 5 ന്യായാധിപന്മാർ ഇരുന്ന് എഴുതിയതാണ്. ലോ ഓഫ് ദി ലാൻഡ്. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു 10-25 വർഷത്തെ രാഷ്ട്രീയം പരിശോധിച്ചാൽ, 10-25 വർഷത്തെ ജുഡീഷ്യൽ പ്രോസസ് പരിശോധിച്ചാൽ, ഈ ശബരിമല വിഷയത്തിന് ശേഷം, ഈ ബാബറി മസ്ജിദ് വിഷയത്തിന് ശേഷം ഒരുപക്ഷെ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്ന ഒരു കേസായി അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് മാറിയിരിക്കുകയാണ്. പ്രശ്നം ഈ രാജ്യത്ത് രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയക്കാരനെയും, അത് കോൺഗ്രസുകാരനാവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, നാളെ അധികാരം മാറി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ BJP-കാരനാവട്ടെ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, രാഷ്ട്രീയ വേട്ടയാടലിന്റെ പേരിൽ അന്യായമായി കസ്റ്റഡിയിൽ വെക്കാൻ കഴിയത്തില്ല. PMLA ആക്ടിന്റെ സെക്ഷൻ 45 ബന്ധപ്പെട്ട് ഭരണഘടനാപരമായ ഒരു വാഗ്വാദം, ഭരണഘടനാപരമായ ഒരു സംവാദം ഇന്ത്യയിൽ ഉണ്ടാവണം. അതിനുവേണ്ടി അരവിന്ദ് കെജ്രിവാളിന്റെ ആ കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോയിരിക്കുന്നു. ഒരു പക്ഷേ നാളെ ചരിത്രപരമായ വിധി വരുമ്പോ ഈ നാട്ടിൽ കടന്നു വരാൻ പോകുന്ന ജുഡീഷ്യൽ പ്രോസസിന്റെ ഭാഗമായി നിയമ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന, ഈ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന കേസായി അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് മാറും. ഒരുപക്ഷെ അങ്ങനെ ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനത്തിൽ, നീതിന്യായ വ്യവസ്ഥയിൽ എഴുതി ചേർക്കാൻ പോകുന്ന ഒരു കേസായി മാറാൻ പോകുന്ന കേസ് അരവിന്ദ് കെജ്രിവാളിന്റേതാണ്. ആ അരവിന്ദ് കെജ്രിവാളാണ് ഞങ്ങളുടെ നായകൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ തുടങ്ങി വെച്ചിരിക്കുന്ന 2ാം സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അഴിമതി കേസല്ല. ഇത് അഴിമതി കേസിൽ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല മനുഷ്യന്റെ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മനീഷ് സിസോദിയെ വെറുതെ വിട്ടു, ജാമ്യത്തിൽ വിട്ടു. 17 മാസം അകത്ത് കിടന്നൊരു മനുഷ്യൻ, 17 മാസം ജയിലിൽ കിടന്നൊരു മനുഷ്യൻ അവസാനം സുപ്രീം കോടതിക്ക് പറയാൻ, സുപ്രീം കോടതി പറഞ്ഞു അദ്ദേഹം ജാമ്യം കൊടുത്തോളൂ, പക്ഷെ കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ വെക്കണം. കോടതി പറഞ്ഞ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. 17 മാസം വരെ ഒരു മനുഷ്യനെ പിടി ജയിലിട്ടതിനു ശേഷം ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ദ വീക്ക് എന്ന് പറയുന്ന മാഗസിനിൽ ഇന്റർവ്യൂ കൊടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചു, 17 മാസം അകത്ത് കിടന്നു, നിങ്ങൾക്കറിയാമോ മനീഷ് സിസോദിയ ജയിലിൽ പോകുന്ന സമയം അദ്ദേഹം ചെയ്തൊരു ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ രജപുത്ര വംശത്തിൽപ്പെട്ട മനുഷ്യനാണ്, മഹാറാണ പ്രതാപാണ് എന്റെ രാജാവ്. ആ മനുഷ്യനെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. സംഘപരിവാറുകാര, നിനക്ക് ഷൂ തക്കിത്തരാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. നിന്റെ കാലിൽ മാപ്പുകളെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കും
പാലിക്കത്തില്ല, ഞാൻ മാപ്പ് പറഞ്ഞാൽ എന്റെ പേരുള്ള കേസുകൾ ഇല്ലാണ്ടാവും. 17 മാസം ആ മനുഷ്യൻ ജയിലിൽ കിടന്നതിന് ശേഷം ദ വീക്ക് എന്ന് പറയുന്ന മാഗസിന്റെ ഇന്റർവ്യൂ ചോദിച്ചു, നിങ്ങൾ ഈ ജയിൽ വാസം എങ്ങനെ കണ്ടു? മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് പ്രശ്നമില്ല, എന്റെ വിഷമം 17 മാസമായി ഡൽഹിയിലെ സാധാരണ മനുഷ്യരോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, ആ വിഷമം മാത്രമേ ഉള്ളൂ. രോഗിയായ എന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ എന്റെ പാർട്ടി പ്രവർത്തകൻ ഡൽഹിയിലെ മനുഷ്യരും എന്റെ ഭാര്യയെയും എന്റെ കുടുംബത്തെയും ചേർത്ത് പിടിച്ചു. 17 മാസം ഞാൻ ജയിലിൽ കിടന്നത് സന്തോഷത്തോടെ കിടന്നു. കാരണം ഇത് കള്ളമാണ് എന്ന് ജനം തിരിച്ചറിയുന്ന നിമിഷമുണ്ടാകുന്ന ഒരു മഹത്തായ ദിവസവും അരവിന്ദ് കേജ്രിവാൾ വരും, ഡൽഹി മാറും, ഇന്ത്യ മാറും എന്നൊരു മനുഷ്യൻ പറഞ്ഞുവെങ്കിൽ 17 മാസം അന്തസ്സോടുകൂടി ജയിലിൽ പോയി കിടന്നു. കോടതി പറഞ്ഞിരിക്കുന്നു ഒരു തെളിവുമില്ല, വേട്ടയാടപ്പെട്ടു എന്ന്. മനീഷ് സിസോദിയ ആരാണെന്ന് മനസ്സിലാക്കണം. ഒരു സാധാരണ വിദ്യാഭ്യാസ മന്ത്രിയല്ല, ഡൽഹിയിലെ ഒരു സാധാരണ വിദ്യാഭ്യാസ മന്ത്രിയല്ല മനീഷ് സിസോദിയ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഞാനും സലീമാവും നവീൻ ജയൊക്കെ സംസാരിച്ചു നമ്മുടെ സ്കൂൾ കരിക്കുലത്തെ പറ്റി. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കുട്ടികള്, ഞാൻ ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടതാണ്. അതായത് തിരുവല്ലയിൽ